ഞാൻ വീണ്ടും പ്രസാദിക്ക് പോകുന്നു. പ്രസാദ്, ഇന്ന് തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്ത ശേഷം ഇന്നിപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ ഉറപ്പായിട്ടും വീണയ്ക്ക് കിട്ടിയിരിക്കുന്ന സമൻസുമായുള്ള പ്രതികരണം കൂടി വരേണ്ടതല്ലേ? അത് നേരത്തെ എടുത്തിരുന്ന പാർട്ടിക്കെതിരായ അല്ലെങ്കിൽ പിണറായി വിജയനെതിരായ കേന്ദ്ര ഏജൻസിയുടെ നീക്കം എന്നതിൽ നിന്നും മാറ്റി പറയുമോ, അല്ലെങ്കിൽ അത് വീണ നേരിടട്ടെ എന്ന ഒരു വാചകം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. സ്മൃതി, അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതും. അതായത് ഇത് പാർട്ടിക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഒരു കേസിൽ പ്രതിയായ സമയത്ത് പാർട്ടി എടുത്ത സ്റ്റാൻഡ് അത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന രീതിയിൽ CPIM-ന് അതിൽ ബന്ധമില്ല എന്ന നിലയിൽ തന്നെയാണ്. അത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന നിലയിലല്ല, അത് വിനീഷ് എന്ന നിലയിലാണ് കേസ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് അന്ന് CPIM എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ അത് പിണറായി വിജയന്റെ മകളാകുന്ന സമയത്ത് അത് പാർട്ടിക്കെതിരെയുള്ള നീക്കമായി കരുതുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വരെ അതിനെ എതിർത്തുകൊണ്ടുവന്നു. അതായത് CPIM-നെതിരായ നീക്കമാണ് ED നടത്തുന്നത് എന്ന്. ഏറ്റവും ഒടുവിൽ ബൈക്കറി ജംഗ്ഷനിലെ വീട്ടിൽ പരിശോധന നടത്തി. അതിനുശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ച സമയത്ത് പിണറായി വിജയൻ പറഞ്ഞത് അവിടെ എന്നോട് ഒന്നും ചോദിച്ചിരുന്നില്ല എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അതോടുകൂടി തന്നെ CPIM എടുത്ത നിലപാടിനെ കുറിച്ച് വ്യാപകമായ വിമർശനങ്ങളും ചർച്ചയും പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്ത, പിണറായി വിജയനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു റെയ്ഡ് അകത്ത് നടത്തുമ്പോൾ എന്തിനാണ് ഇത്ര വലിയ പ്രതിരോധം പാർട്ടി തീർത്തത് എന്ന ചോദ്യമാണെന്ന് പ്രധാനമായും ഉന്നയിച്ചത്. ഇതിപ്പോൾ CPIM-ന് ഊരാക്കുടുക്കായി മാറി സ്മൃതി. കാരണം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെ വിശദീകരിക്കും എന്നുള്ളത് ഏറെ പ്രധാനമാണ്. പ്രത്യേകിച്ച് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം അതിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുമുണ്ട്. ഉറപ്പായും ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകും. നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണെങ്കിൽ 2-3 ചോദ്യങ്ങളോട് മറുചോദ്യം ചോദിച്ച് മാധ്യമപ്രവർത്തകരെ വായടപ്പിക്കുന്ന ശൈലിയായിരുന്നു MV ഗോവിന്ദന് ഉണ്ടായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ശരീരഭാഷയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. തുടർച്ചയായി ചോദ്യങ്ങൾ ഉണ്ടായാലും ആ ചോദ്യങ്ങളോട് ക്ഷമയോടെ മറുപടി പറഞ്ഞു പോകുന്ന രീതി തന്നെയാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വീണയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ തുടർച്ചയായ ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്താണ് CPIM സംസ്ഥാന സെക്രട്ടറി പറയുക എന്നുള്ളത് തന്നെയാണ് ശ്രുതി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി, വീണ ടിക്ക് സമൻസ് കിട്ടുമ്പോൾ 12-ാം തീയതി വീണ ED ഓഫീസിലേക്ക് എത്തണം. രാവിലെ 10:30 ED ഓഫീസിൽ എത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വീണ ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ CMRL എക്സാലോജിക് കേസിൽ വീണ തൈക്കണ്ടി ഹാജരാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയും ED എന്നുള്ളതാണ്. ഈ ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ SFIയോയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ കൂടി 134 രേഖകൾ SFIയിൽ നിന്നും ED വാങ്ങുന്നുണ്ട്. അതിൽ SFIക്ക് വീണ തൈക്കണ്ടി നൽകിയ മൊഴിയുണ്ട്, CMRL നൽകിയ മൊഴിയുണ്ട്. CMRL നൽകിയ മൊഴി, SFIക്ക് നൽകിയ മൊഴി വീണ തൈക്കണ്ടിക്ക് എതിരാണ്. അതുകൊണ്ടാണ് ED കൃത്യമായും വീണ തൈക്കണ്ടിക്കെതിരെ തെളിവുകളുണ്ട് എന്ന് പറയുന്നത്, അല്ലേ ശരൺ? സ്മൃതി, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും ഈ ട്രാൻസാക്ഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് SFIO കുറ്റപത്രം ഇതിനകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പക്കലുണ്ട്. അവർ അത് വിശദമായി തന്നെ പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിലാണ് CMRL ഈ സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകിയിരുന്നത്. ED അന്വേഷണത്തിന് എതിരെ സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകുന്നു. അപ്പോഴൊക്കെ തന്നെ ഈ SFIO കുറ്റപത്രത്തിന്റെ പരിശോധന തുടരുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ അത് സിംഗിൾ ബെഞ്ച് ആ ഹർജി തള്ളുന്നു. പിന്നീട് അവർ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. അവിടെയും തിരിച്ചടി നേരിടുന്നു. അപ്പോഴേക്കും ഈ SFIയുടെ കണ്ടെത്തൽ എന്താണോ അതെല്ലാം കൃത്യമായി ED മനസ്സിലാക്കി വെച്ചിരുന്നു. ഇനി ചില രേഖകൾ കൂടി കൈവശം വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് EDക്ക് മുന്നിലുള്ള കടമ്പയെന്ന് പറയുന്നത്. ആ രേഖകൾ കൂടി ഇപ്പോൾ EDയുടെ പക്കലിലേക്ക് വരികയാണ്. എന്തായാലും ഇനി ചോദ്യം ചെയ്യലിൽ വീണ ടി എന്തൊക്കെ മറുപടികളാണ് നൽകുക എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. ഒപ്പം തന്നെ വീണ ടിയുടെ അടുത്ത നീക്കവും പ്രധാനമാണ്. ഒരുപക്ഷെ ഈ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് പോകുമോ? അത് കേരള ഹൈക്കോടതി ആയിരിക്കും, അല്ലെങ്കിൽ SFIO കേസിന് സമാനമായ
ഭാഗമായിട്ട് ബംഗളൂരു ഹൈക്കോടതിയിലേക്കായിരിക്കോ അവർ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടി വ്യക്തത വരുത്തേണ്ടത് വീണ ടിയിൽ നിന്ന് തന്നെയാണ്. എന്തായാലും അതും വൈകാതെ ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ഈ 134 രേഖകൾക്ക് പുറമെ തന്നെ ഈ വീണ ടിയോട് സ്വാഭാവികമായിട്ടും ഒരു സമൻസ് ഇഡി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഹാജരാക്കേണ്ടതെന്നുള്ള നിർദ്ദേശവും ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നേരത്തെ നമ്മൾ പല സമൻസും കണ്ടിരുന്നതാണ്. ആ സമൻസിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തായിട്ട് ഇന്ന ഡോക്യുമെന്റ്സ് കൂടി കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശവും ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ഇതിൽ ഇപ്പോൾ വീണ ടിക്ക് അയച്ച സമൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ ടിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഒപ്പം തന്നെ സ്വത്ത് വിവരങ്ങൾ, ഒപ്പം വീണ നികുതി അടച്ചു എന്ന് പറയുന്നത്, അതായത് വീണയുടെ IT റിട്ടേൺസ് അടക്കമുള്ള രേഖകളാണ് ഈ സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായും വീണയെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ 12 ഇടങ്ങളിൽ ഒരേ സമയം 12 ഇടങ്ങൾ റെയ്ഡുകൾ നമ്മൾ കണ്ടിരുന്നതാണ്. അതിൽ തന്നെ പിണറായി വിജയന്റെ 2 വീടുകൾ, തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അതിൽ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ്, ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് എഴുതി നൽകിയിരുന്നതെങ്കിൽ ഇഡി പറയുന്നത് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധന, അത് വീണ ടി അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തിയപ്പോഴേക്കും തങ്ങൾക്ക് ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, വീണയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു വശത്തെ തെളിവ് ശേഖരണത്തിലേക്ക് ഇഡി ഇതിനകം തന്നെ കടക്കുകയും ചെയ്തിരുന്നതാണ്. ഇനി പ്രധാനമായും വീണയുടെ ഈ അക്കൗണ്ടുകൾ, അതായത് ഈ ഏതൊക്കെ അക്കൗണ്ട് വഴി ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, അങ്ങനെ വാങ്ങിയ പണം, ആ പണം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി, അതായത് അത് ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇഡി നീങ്ങുകയും ചെയ്യും. എന്തായാലും അതിലെല്ലാം തന്നെ ഇഡി തീരുമാനമെടുക്കാൻ പോവുക ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും. വീണയ്ക്ക് എന്താണ് ആദ്യം പറയേണ്ടതെന്നുള്ളത് ഇഡി കൃത്യമായി കേൾക്കും. അതിനുശേഷമായിരിക്കും ഈ സ്വത്തുക്കൾ, അങ്ങനെ സ്വത്തുക്കൾ വാങ്ങിയെന്നൊരു കണ്ടെത്തൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇഡി നീങ്ങുകയും ചെയ്യുക. ശരി, അപ്പോൾ വളരെ നിർണായകമായൊരു ഘട്ടത്തിലേക്കാണ് ഇഡി കടന്നിരിക്കുന്നതെന്ന് പറയാം.